പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് കോട്ടൂർ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് അതിരുമലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാണിക്കും. പക്ഷേ അഗസ്ത്യാർകൂടത്തേക്ക് ഞാൻ യാത്ര ചെയ്യുന്ന വീഡിയോസും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളും കണ്ടിട്ടില്ല. അപ്പം അഗസ്ത്യാർകൂടത്തിന് തൊട്ടു താഴെയുള്ള അതിരുമല ബേസ് ക്യാമ്പിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉള്ളത്. അതിരുമല ബേസ് ക്യാമ്പ് എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഈ ഒരു അതിരുമല ബേസ് ക്യാമ്പ് എവിടെയാണെന്ന്. അപ്പം കേരളത്തിലെ ഏറ്റവും ദീർഘമേറിയ ട്രക്കിങ് അഗസ്ത്യാർകൂടം ട്രക്കിങ് നമ്മൾ കാൽനടയായിട്ട് 26 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമാണ് ഈ ഒരു അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ ദിവസം ബോണക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വണ്ടി വരും കേട്ടോ. ആ വണ്ടി വരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 14 കിലോമീറ്ററോളം വനത്തിനുള്ളിലാണ് ഈ ഒരു അതിരുമല എന്ന് പറയുന്നത്. ഈ ഒരു അതിരുമലയിലാണ് ആദ്യത്തെ ദിവസം നമ്മൾ വന്ന് യാത്ര ചെയ്യുന്നവർ സ്റ്റേ ചെയ്യേണ്ട സ്ഥലം. രണ്ടാമത്തെ ദിവസം അതിരുമലയിൽ നിന്നും നേരെ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് കയറിയിട്ട് രണ്ടാമത്തെ ദിവസം തിരിച്ചിറങ്ങി ബേസ് ക്യാമ്പിൽ കിടക്കുന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്നിറങ്ങി തിരിച്ച് ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ട്രക്കിംഗ് ആണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് അതിരുമലയിലായതുകൊണ്ട് തന്നെ അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന യാത്രക്കാർ ഒരുപാട് കാണും. അതുപോലെ തന്നെ അതിരുമല എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പ് വനത്തിനുള്ളിൽ 14 കിലോമീറ്ററിൽ അധികം ഒരു ഉൾക്കാട്ടിൽ കിടക്കുന്ന ഒരു ബേസ് ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ ഞാനിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നതാണ്. അതായത് അഗസ്ത്യാർകൂടത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ വനം വകുപ്പിൻ്റെ കീഴിൽ നമ്മൾ ഈ ഒരു ബേസ് ക്യാമ്പിലേക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് കൊണ്ടു കൊടുത്തിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തന്നിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിരുമല ബേസ് ക്യാമ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിരുമലയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ അതിരുമലയിലെ കാഴ്ചകൾ കാണാൻ പോയാലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരുമലയ്ക്ക് പിറകിലാണ് കേട്ടോ. അതാ അവിടെയാണ് നമ്മുടെ ക്യാമ്പ് ഷെഡൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന താഴേക്ക് കാണുന്ന ഈ ഒരു വഴിയിലൂടെ നമുക്ക് പോയാൽ തോട്ടപ്പുല്ല് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ അടച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വനത്തിനുള്ളിലേക്ക് കയറുന്നത് ഫൈൻ അടിച്ചു തരും. അതുപോലെ റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വഴിയിലൂടെ മുന്നിലേക്ക് നമുക്ക് സഞ്ചരിച്ച് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതാ ഇതുവരെയൊക്കെ വരാം. ഈ ഒരു പാറ കാണുന്ന ഈ ഒരു സ്ഥലം വരെയൊക്കെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് പിറകിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ നേരെ ഞാൻ ബേസ് ക്യാമ്പിലേക്കാണ് കയറാൻ പോകുന്നത്. ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്കിതാ ടോപ്പിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് അഗസ്ത്യാർകൂടം കാണാൻ പറ്റും. അപ്പം ഇന്ന് ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോഴും എന്നെ നനഞ്ഞ് കുളിച്ചൊക്കെയാണ് നമ്മുടെ ബേസ് ക്യാമ്പിൽ വന്നത്. പിന്നെ അതാ തീയിലൊക്കെ കൊണ്ട് തുണിയൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ തുണിയൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ബേസ് ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഇതാ ഈ കോടമഞ്ഞ് ഇങ്ങനെ വന്ന് പോകുന്ന സ്ഥലം കണ്ടോ, ഇവിടെയാണ് നമ്മുടെ അഗസ്ത്യാർകൂടമുള്ളത്. അവിടെ നിന്ന് കണ്ട കോട ഇങ്ങനെ ഇളകി പോവുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് അഗസ്ത്യാർകൂടം ഉള്ളത്. അപ്പോൾ ഇതാ ഇവിടെയാണ് ബേസ് ക്യാമ്പും കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് ഈ ഒരു ബേസ് ക്യാമ്പിന് പുറത്തുള്ള ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ദിവസം 14 കിലോമീറ്ററിലധികം നമ്മൾ യാത്ര ചെയ്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം അഗസ്ത്യാർകൂടത്തിന് മുകളിലേക്ക് കയറുക എന്നുള്ളത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് വേണം കയറാനായിട്ട്. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പോൾ ഈ ഒരു ക്യാമ്പ് ഷെഡിലെ വിശേഷങ്ങൾ കാണാം, അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇതെല്ലാം നല്ല മനോഹരമായിട്ടുള്ള പുല്ലാണ്. അപ്പോൾ ആ കാണുന്ന ഒരു കുഞ്ഞ് ഷെഡ് നമ്മളെ ഇവിടുത്തെ ഞങ്ങളെപ്പോലെ ചുമടിന് വരുന്നവരും അതുപോലെ ഞങ്ങളെ ആൾക്കാർ തന്നെയാണ് ഗൈഡ് ജോലിക്കൊക്കെ പോകുന്നത്, യാത്രക്കാരെ കൊണ്ടുപോകാനൊക്കെ പോകുന്നത്. അപ്പം അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഷെഡെന്ന് പറയുന്നത്. അപ്പോൾ ആ മഞ്ഞ് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ബേസ് ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ പോകാം. ബേസ് ക്യാമ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് കമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബേസ് ക്യാമ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കമ്പ്. ഇതിൽ സൂക്ഷിച്ച് ഇറങ്ങി വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും പോയി കിടക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഷെഡ്. ഇവിടെ ഒരു ഷെഡുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഷെഡുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഷെഡുകളാണ്. അപ്പം ഇവിടെ പാക്കേജും സീസണും ഉണ്ട് അഗസ്ത്യാർകൂടത്തേക്ക് വരാനായിട്ട്. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ ഈ ഒരു ആദ്യത്തെ ക്യാമ്പ് ഷെഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നിട്ട് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ക്യാമ്പ് ഷെഡിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇത് ഒരു ഷെഡാണ്. പിന്നെ ഇതാണ് ഫോറസ്റ്റിൻ്റെ ഇവിടുത്തെ ചെക്കിംഗ് സ്റ്റേഷനൊക്കെ ഇതാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ്. അപ്പോൾ ഇവിടെയാണ്
നമ്മൾ സ്റ്റേ ചെയ്യുന്നവർ ആഹാരങ്ങളൊക്കെ വന്ന് കഴിക്കേണ്ട സ്ഥലം അവിടെയാണ്. ഇപ്പം സീസൺ ആകുമ്പോൾ ഇവിടെ ക്യാൻറ്റീനിൽ പൈസ കൊടുക്കണം. പക്ഷേ ഓഫ് സീസൺ ട്രക്കിങ്ങിന് വരുമ്പോൾ ഇവിടെ പൈസ കൊടുക്കണ്ട, ഇതിനകത്ത് നേരെ ഫുഡ് കഴിക്കാൻ ചെന്നാൽ മതി. പിന്നെ ഇതാണ് അതിരുമല വയർലെസ് സ്റ്റേഷനൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്കിത് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മൾ ബോണക്കാട് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ബേസ് ക്യാമ്പിലേക്ക് എത്തുന്ന വഴിയാണ് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ ഇത്രയും സമയം കണ്ട ആ സ്ഥലങ്ങളും അവിടുത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. തിരിച്ച് നമ്മളിതാ ഈ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് അഗസ്ത്യ റോഡത്തേക്ക് പോകേണ്ടതും. അഗസ്ത്യ റോഡത്തേക്ക് പോകുന്ന വഴി ഇവിടെ നിന്ന് തൊട്ട് മുന്നിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും യാത്രക്കാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം. ഇന്ന് പക്ഷെ ആരെയും കാണാനില്ല. നമ്മുടെ അതിരുമല ക്യാമ്പ് ഷെഡിന് മുമ്പിൽ ഒരു കവുങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞുതരാം. അപ്പൂപ്പ ഇതെന്താണ് ഈ ഒരു കവുങ്ങ്? ഇതാണ് കാന്തപ്പന. കാന്തപ്പനയെന്നും പറയും, കാന്ത കമുവെന്നും പറയും. ഇതാണല്ലേ? ഇതാണ് സാധനം. കണ്ട, ഇത് പാറപ്പുറങ്ങളിലെ ഇത് വളരുള്ളൂ. കണ്ട, ഇത് പാറപ്പുറങ്ങളിൽ മാത്രമേ കണ്ട ഇത് വളരുള്ളൂ. കണ്ട, അത് കല്ലൊക്കെ അടുക്കി വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. കല്ലിനൊക്കെ പുറത്താണ് ഈ ഒരു കാന്തക്കവുങ്ങ് എന്ന് പറയുന്ന ഈ ഒരു കവുങ്ങ് ഉണ്ടാവണല്ലേ. കാന്തക്കമുവെന്നും അറിയപ്പെടും, കാന്തപ്പനയെന്നും അറിയപ്പെടും. അതിൻ്റെ വലുതാണ് ആ നിൽക്കുന്നത്. ഇതാണ്ട നിൽക്കുന്നുണ്ട്. കണ്ട, ഇവിടെ കണ്ട നമ്മുടെ ഗൾഫിലൊക്കെ കാണുന്ന ഈന്തപ്പനേനെ പോലെ അതിൻ്റെ ഓലയൊക്കെ കണ്ട എന്ത് വലിപ്പമൊന്നും കണ്ട. ഇതാണ്ട ഈ നിൽക്കുന്നത് നമ്മുടെ കാന്തക്കമുക്. ഒരുപാട് തൈ നമ്മളവിടെ അവിടെ കൊണ്ട് നട്ടു പൊടിക്കൂല. മണ്ണി പൊടിക്കൂലല്ലേ? അതാ നമ്മൾ വെറും തറയിൽ പൊടിക്കൂല. ഇതുവരെ പാറക്കെട്ട് കണ്ട, അത് തന്നെ കണ്ട പാറയിലാണ് ഉണ്ട്. ഇതിൻ്റെ പേര് കണ്ട ഒരു ഉള്ളി കണ്ടിട്ടുണ്ട് കേട്ടാ, കാട്ടാളൻ്റെ ഉള്ളി. ഇതല്ലേ ഈ സംഭവം? മറ്റേ വലിയ ഉള്ളിയല്ലേ വെള്ള? എൻ്റെ മരുന്നായിട്ട് ഉപയോഗിക്കും ഇത്? ഇത് മരുന്നൊന്നുമല്ല, ഇത് ഇത്ര വണ്ണം കാണും. ക്യാമ്പിൻ്റെ പിറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ അതാ ഈ കാണുന്നത്. അതാ നമ്മളവിടെ ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും നേരത്തെയൊക്കെ യാത്രക്കാർ വരുന്നതാണ്, പക്ഷേ ഇന്ന് ഇതുവരെയായിട്ടും ആരെയും കാണാനില്ല. അപ്പം ഇതിന് പുറത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു പുഴയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ കൂടുതലും അത്തരം കാര്യങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ബേസ് ക്യാമ്പിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു കുഞ്ഞു തോടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ പറ്റും. അപ്പം വരുന്ന യാത്രക്കാരെ ഇങ്ങോട്ട് വിടുവോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ നിന്നാണ് ഒരു പുഴ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നെയ്യാറാണ് കേട്ടോ. ഇതെല്ലാം പോയി പതിക്കുന്നത് നമ്മുടെ നെയ്യാറിലാണ്. അപ്പം ഇതും അക്കരെ കൂടെയുള്ള ആ ഭാഗത്തൂടെ അഗസ്ത്യ റോഡത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പുഴയൊക്കെ ഉണ്ട്. അപ്പം അതും ഈ കാണുന്ന അഗസ്ത്യ റോഡത്തിൻ്റെ തൊട്ട് താഴെയുള്ള അതിരുമലയ്ക്ക് കുറച്ച് മുകളിലൂടെ വരുന്ന ഈ ഒരു കുഞ്ഞു പുഴയും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ നെയ്യാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ നദിയായ നെയ്യാർ ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ള നദിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ നമ്മുടെ മൂന്നാറിലൊക്കെ കാണുന്നത് പോലത്തെ തണുപ്പ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ പൊക്കം കുറവാണ്. പിന്നെ മൂന്നാറിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ചിട്ടുള്ള ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം കവർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഒരാളും കൂടെ കൂട്ടിനുള്ളത് നല്ലതാണ്. അപ്പോൾ ഞാനങ്ങനെ ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് അതിരുമലയിലെ വയർലെസ് റൂം. അപ്പം ഇവിടെ നെറ്റ്വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഇത്ര ഉൾക്കാട്ടിലായതുകൊണ്ട് തന്നെ യാത്രക്കാർ വരുമ്പം അത് വയർലെസ് വഴി വിളിച്ചു പറയും കേട്ടോ. നമ്മുടെ സാറ്റലൈറ്റ് വഴിയുള്ള വയർലെസ്സാണ്. അപ്പം അത് PTP വഴുതക്കാട്, പിന്നെ ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അങ്ങനെ എല്ലായിടത്തുമായിട്ട് ചെക്കിങ് ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും. എത്ര യാത്രക്കാർ വരുന്നുണ്ട്, പുഴയിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ അഗസ്ത്യ റോഡത്തേക്ക് ഇന്ന് കയറാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു വയർലെസ്സിലൂടെ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പുറത്തോട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എത്ര യാത്രക്കാർ വരുമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ പിന്നെയും ബേസ് ക്യാമ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ നേരത്തെ പോയല്ലോ ആ ഒരു പാറേൻ്റെ അവിടെ പോയിട്ട് നിന്നാലേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു അഗസ്ത്യ റോഡത്തിൻ്റെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ ഒടുക്കത്തെ മഴയായിരുന്നു, പിന്നെ ഭയങ്കര മഞ്ഞായിരുന്നു.
അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ വേറെ വൈദ്യുതി സംവിധാനങ്ങളൊന്നുമില്ല ഇത്രയും വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ മൊത്തം സോളാറാണ്. പിന്നെ ആഹാര സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലചുമടായിട്ട് ചുമന്നാണ് ഈ ഒരു 14 കിലോമീറ്ററോളം വനത്തിനുള്ളിൽ നമ്മൾ കൊണ്ട് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കൊടും കാട്ടിനുള്ളിൽ കിടക്കുന്ന ഒരു ക്യാമ്പ് ഷെഡാണ് അതിരുമല എന്ന് പറയുന്നത്. അപ്പം അതിരുമലയിൽ വൈദ്യുതി ഇല്ല, അതുപോലെ നെറ്റ്വർക്കിൻ്റെ സംവിധാനങ്ങളില്ല. അപ്പോൾ യാത്രക്കാർ വരുമ്പം കൃത്യമായിട്ട് അത് വിളിച്ച് പറയും. വയർലെസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, ഇവിടെ വയർലെസ് സ്റ്റേഷൻ അതിരുമലയിലുണ്ട്. അപ്പം യാത്രക്കാർ എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് വിളിച്ച് പറയും. അപ്പം അതനുസരിച്ചിട്ടാണ് ഇവിടെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതല്ലാതെ ഫുഡ് ഇങ്ങനെ വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ യാത്രക്കാർ വരുന്നതനുസരിച്ച് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ അഗസ്ത്യാർകൂടത്തേക്ക് ഇന്ന് കയറാൻ പറ്റുമോ, അതല്ല അഗസ്ത്യാർകൂടത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിലുള്ള കാലാവസ്ഥകളൊക്കെ വളരെ മോശമാണെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് വയർലെസ് സ്റ്റേഷൻ്റെ ഡ്യൂട്ടിയുള്ള അതിരുമലയിലെ ആൾ കൃത്യമായിട്ട് അത് വിളിച്ചറിയിക്കണം. അതനുസരിച്ച് മാത്രമേ ആൾക്കാരെ അഗസ്ത്യാർകൂടത്തേക്ക് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു ക്യാമ്പ് ഷെഡിന് പുറത്തുള്ള ഇതാണ്ട് ഈ ഒരു ഭാഗം കണ്ടോ, ഇതാ ഇവിടെയും പിന്നെ അതാ തൊട്ട് താഴെ ഇവിടെയും ഇതാ ക്യാമ്പ് ഷെഡ് ഇതാ അവിടെയാണ് ഇരിക്കുന്നത്, ഇതാ ആ ഭാഗത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇതാ ഈ ഒരു ഭാഗത്ത് മാത്രമേ നെറ്റ്വർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇടയ്ക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും വേണം മാറി മറിയാം. കാരണം മഞ്ഞാകാം, വേനലാകാം, കാറ്റാകാം, അങ്ങനെ ഏത് നിമിഷവും മാറി മറിയാമെന്നുള്ള കാലാവസ്ഥ. ഇതാ ഈ മഞ്ഞ് പോകുന്ന സ്ഥലം കണ്ട ഇവിടെയാണ് അഗസ്ത്യാർകൂടം ഉള്ളത്, ഈ ഒരു ഭാഗം മുമ്പിലായിട്ട്. അപ്പം ഇന്നോ അല്ലെങ്കിൽ നാളെയോ തെളിയുവാണെങ്കിൽ നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അഥവാ നല്ല പരുവം കിട്ടുവാണെങ്കിൽ നാളെ യാത്രക്കാരെ ടോപ്പിലേക്ക് കയറ്റി വിടുവാണെങ്കിൽ ഞാനും അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യും. നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനോഹരമായിട്ടുള്ള അഗസ്ത്യാർകൂടത്തിൻ്റെ കാഴ്ചകളും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കണ്ടാലോ. എങ്ങനെയുണ്ട് ഈ ഒരു ഭാഗമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ കുറച്ച് സമയം നോക്കി കേട്ടോ. അങ്ങനെ അഗസ്ത്യാർകൂടം തെളിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് തെളിഞ്ഞു വരും, പിന്നെയും മഴയായിരുന്നു കണ്ടോ. ഇപ്പം അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പം ഒരു വലിയ മഴ പെയ്ത് ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് യാത്രക്കാർ വന്നു. പിന്നെ യാത്രക്കാർ വന്നിട്ട് അവരുടെ ഡ്രസ്സും ഒക്കെ റൂമിനകത്തോട്ട് കൊണ്ടുവച്ചിട്ട് അവരെല്ലാം അവിടെ കിടന്നിട്ട് പിന്നെ നമ്മൾ നേരെ കാപ്പിയാണ് കൊണ്ടു കൊടുത്തത് യാത്രക്കാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 7 മണിയാകുമ്പോൾ തൊട്ട് പിന്നെ കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയും പയറും പിന്നെ ഉള്ളത് ഉപ്പ്, പിന്നെ നമ്മുടെ നാരങ്ങ. അപ്പോൾ അതൊക്കെയായിരുന്നു യാത്രക്കാരുടെ ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന യാത്രക്കാരെല്ലാം തണുത്ത് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്, മഴക്കോട്ടുകളൊക്കെ ഇട്ടിട്ട്. ഭയങ്കര മഴയും മഞ്ഞുമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചില്ല ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മഞ്ഞും തണുപ്പുമാണ് ഇവിടെ വരുന്നത്. എന്നാലും സീസൺ തണുപ്പിനനുസരിച്ച് കുറച്ച് കുറവായിരുന്നു. പിന്നെ രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങി കേട്ടോ. എന്നിട്ട് ഞാനൊരു 4 മണിയായപ്പോൾ എണീറ്റു. 4 മണിയായിട്ട് എണീറ്റപ്പം അത്യാവശ്യം അഗസ്ത്യാർകൂടം തെളിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അഗസ്ത്യാർകൂടത്ത് പോകാൻ പറ്റും. എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കിടന്നത്. അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലാവസ്ഥ കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിനൊരു സന്തോഷമായത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാവേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ തൊട്ട് താഴെയുള്ള ബേസ് ക്യാമ്പായിട്ടുള്ള അതിരുമല ബേസ് ക്യാമ്പിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡായ ഈ ഒരു എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി കുറേ യാത്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം ആഹാരമൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങും. ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ രാത്രി. പിറ്റേ ദിവസമാണ് നമ്മൾ പിന്നീട് യാത്ര ചെയ്തത്. ഇന്ന് ഈ ഒരു ദിവസമാണ് നമ്മൾ അതിരുമലയിൽ നിന്നും അഗസ്ത്യാർകൂടത്തേക്കുള്ള യാത്ര പോയത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ അതിരുമലയിലെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഒരു കുഞ്ഞ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിരുമലയിൽ നിന്നും അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്ന കഠിനമായിട്ടുള്ള യാത്രയുടെ ഒരു ട്രക്കിംഗ് വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഗസ്ത്യാർകൂടത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെയുണ്ട്. അവിടുത്തെ ഐതിഹ്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അഗസ്ത്യാർകൂടത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബായ്.